അടുത്തതാണ് റിഗ്രഷനിലുള്ള ഒരു പ്രോബ്ലം. അപ്പം റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ വാല്യൂ നിന്നും ഒരു അൺനോൺ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനലൈസ് ചെയ്യുന്നതാണ് എന്ത് റിഗ്രഷൻ, ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് എന്ത് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ പറയാം. അതായത് ഇപ്പോൾ പ്രൈസ് 2 ആകുമ്പോൾ ഡിമാൻഡ് 10 ആവും, 3 ആകുമ്പോൾ ഡിമാൻഡ് 8 ആവും, അങ്ങനെ കുറച്ച് വാല്യൂസ് നമുക്ക് 4 ആകുമ്പോൾ നമുക്ക് 7 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം പ്രൈസ് 2 ആകുമ്പോൾ നമുക്ക് ഡിമാൻഡ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോൺ ആയിട്ടുള്ള വാല്യൂ ഒന്ന് അൺനോൺ ആയിട്ടുള്ള വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്താ, ഡിമാൻഡ് നമുക്ക് ഒരു 5 ആകുമ്പോൾ ഇവിടെ പ്രൈസ് എത്രയെന്നും തിരിച്ചും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിമാൻഡല്ലേ, ഡിമാൻഡിലുള്ള ഇതല്ലേ. ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ ഡിപ്പെൻഡഡ് ആരായിരിക്കും? 5 നോൺ ആയിട്ടുള്ള വേരിയബിളിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് ഡിപ്പെൻഡഡ്, ഇവിടെ ആണെങ്കിൽ ഇവിടെ ഏതാണ് ഡിപ്പെൻഡഡ്? ഇതാണ് ഡിപ്പെൻഡഡ്. ഇത് ഇൻഡിപെൻഡൻറ്റും ഇത് ഡിപ്പെൻഡൻറ്റ്, ഇവിടെ ആണെങ്കിൽ ഇത് ഡിപ്പെൻഡൻറ്റും ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും രണ്ട് ഇക്വേഷൻസ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ പ്രൈസ് തന്നിരിക്കുന്ന നമ്മളതിനെ എക്സ് എന്ന വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ഇതിനെ വൈ എന്ന വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വൈ അല്ലേ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണത്? എക്സില്ല ഈ 2-നല്ലേ ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ എന്താ, വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നും കൂടി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും കൂടി എഴുതാം, വൈ ഓൺ എക്സ് ഇങ്ങനെ എഴുതിക്കൂടെ. ഇനി ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ പറയാം? എക്സ് ഡിപ്പെൻഡ്സ് ഓൺ ആരായിരിക്കും? വൈ അല്ലേ. അപ്പോൾ നമുക്കൊന്നുകൂടി ഏത് രീതിയിൽ എഴുതാം? എക്സ് ഓൺ വൈ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അപ്പം ഇക്വേഷൻ പറയാം. രണ്ട് ഇക്വേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. വൈ ഓൺ എക്സിനും എക്സ് ഓൺ വൈക്കും നമുക്ക് എന്താ സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പം വൈ ഓൺ എക്സിൻ്റെത് നമുക്ക് വരുന്നത് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, മീനാണ്. മീൻ, അതായത് മീൻ ഓഫ് എന്താ വൈൻ്റെത്, ഇത് എക്സ് ബാർ എന്ന അരിത്തമെറ്റിക് മീൻ ഓഫ് എക്സിൻ്റെ ആണ്. ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഇതിനും ബി വൈ എക്സിന് നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ, സെപ്പറേറ്റ് ഇക്വേഷൻ വരുന്നുണ്ട്. ഈ വൈ എക്സ് ഫസ്റ്റ് വൈയും പിന്നെ എക്സ് അങ്ങനെ തന്നെ എഴുതണം, അല്ലെങ്കിൽ എക്സ് വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളിത് എന്തായി, എക്സ് ഡിപ്പെൻഡ്സ് ഓൺ വൈ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ ശ്രദ്ധിക്കണം. ഇനി ബി വൈ എക്സിന് ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് വൈ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇത് ഏകദേശം നമ്മളുടെ ആ കാൾ പിയേഴ്സണിന് കോറിലേഷൻ്റെ ഒരു ഇക്വേഷന് ഒരു ഏകദേശം ഒരു സാമ്യമുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ ബി വൈ എക്സ് ഒന്ന് ഓർത്ത് വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ആയിട്ടുള്ള, അതായത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും നമ്മളുടെ ഡിനോമിനേറ്ററിൽ വരിക അല്ലേ. സമ്മേഷൻ എക്സ് അല്ലേ നമ്മളുടെ, വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് അല്ലേ, അപ്പോൾ ആ എക്സിൻ്റെതായിരിക്കും ഈ ഡിനോമിനേറ്ററിൽ വരിക. ഇതാണ് ബി വൈ എക്സ് കാണാറ്. ഇനി അടുത്തത് എന്താണ്, ഈ എക്സ് ഓൺ വൈയിലുള്ള ഇക്വേഷൻ. ഇത് പഠിച്ചത് കൊണ്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്താ പറയാൻ ഏറ്റവും സിമ്പിളായിരിക്കും. അപ്പോൾ എങ്ങനെ വരിക, അവിടെ വൈ മൈനസ് വൈ ബാർ, നമുക്ക് എന്താ വൈ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ വൈ മൈനസ് വൈ ബാർ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എക്സ് ആണ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് ഓൺ വൈ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ആരേ വരുള്ളൂ, എക്സ് വൈ. അപ്പോൾ ബി എക്സ് വൈ ഇൻറ്റു പിന്നെ എന്താ വരിക, വൈ മൈനസ് വൈ ബാർ. ബി എക്സ് വൈ ആണുള്ള ഇക്വേഷൻ. ഇവിടെ എങ്ങനെ എഴുതുന്നത്, നേരത്തെ നമ്മൾ വൈ എക്സ് ചെയ്തിരുന്നത് അത് തന്നെയാണ് ന്യൂമറേറ്ററിൽ വരിക. എൻ ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് വൈ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ
ഇവിടെ നമ്മൾ പറഞ്ഞു നോൺ ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോൺ ആയിട്ടുള്ള വാല്യൂ ഏതായിരിക്കും? വൈൻ്റെ കേസല്ലേ. അപ്പോൾ വൈൻ്റെത് കൊടുക്കുക n ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ ഒരു ഇക്വേഷൻ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് BXY കാണാൻ വേറൊരു ഇക്വേഷൻസ് ഉണ്ട്. അതായത് രണ്ടാമത്തെ ഒരു ഇക്വേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ R ഇൻറ്റു, അതായത് കോറിലേഷൻ തന്നിട്ടുണ്ടാവും, ദെൻ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എന്താണ് യൂസ് ചെയ്താൽ മതി. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ വൈ, ആർ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിൽ എങ്ങനെ വരിക? BYX ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോറിലേഷൻ തന്നെ, കോഎഫിഷ്യൻ്റ് കോറിലേഷൻ ഇൻറ്റു എന്താണോ ഫസ്റ്റ് ഉള്ളത് അത് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ്. ഇത് ഒന്ന് ഓർത്ത് വയ്ക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വൈൻ്റെ എക്സിൻ്റെയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ടും എന്താ BYX കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. From the following data of value x and y, find two regression equation. Find the value x if y is equal to 15. Find the value y if x is equal to 10. y 15 ആകുമ്പോഴുള്ള എക്സിൻ്റെ വാല്യൂ, എക്സ് 10 ആകുമ്പോഴുള്ള വൈൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യണം. എന്താണ്? ഫ്രം ദ ഫോളോവിങ് ഡാറ്റ, ഈ ഡാറ്റ വെച്ചിട്ട് രണ്ട് ഇക്വേഷൻസ് അറിയാം. എന്താ? എക്സ് തന്നിട്ട് എക്സിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ആണ് എന്തിവിടെ അൺനോൺ. ഇവിടെ വൈൻ്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ വൈ ആണ് എന്ത് അൺനോൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? എക്സ് ഓൺ വൈയുടെ ഇക്വേഷനും അതും കാണണം, ദെൻ വൈ ഓൺ എക്സും നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യണം. ആ ഇക്വേഷൻസ് നമുക്ക് വേണം. അപ്പോൾ ഇക്വേഷൻസ് നമുക്ക് എഴുതി നോക്കാം. എക്സ് ഓൺ വൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വരിക? എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു BXY ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. BXY എങ്ങനെ ഫൈൻഡ് ചെയ്യുക? n ഇൻറ്റു സമ്മേഷൻ ഓഫ് XY മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ആണ് നമുക്കെന്ത് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരും? വൈ ആണ് ഇവിടെ എന്താണ് അറിയുന്ന വാല്യൂ. അപ്പോൾ അറിയുന്ന വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ. ഇനി വൈ ഓൺ എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈ മൈനസ് വൈ ബാർ is equal to BYX ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. BYX കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് വൈ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ നോൺ ആയിട്ടുള്ള ഫാക്ടർ എക്സ് ആണ്. അപ്പോൾ സമ്മേഷൻ ഓഫ് n ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? സമ്മേഷൻ ഓഫ് എക്സ് വേണം, എക്സ് സ്ക്വയറിൻ്റെ സമ്മേഷൻ വേണം, എക്സ് ഇൻറ്റു വൈ വേണം. അപ്പോൾ നമുക്കിവിടെ എക്സ് സ്ക്വയർ വൈ, അതേപോലെ വൈൻ്റെ കേസും വേണം. അപ്പോൾ വൈ സ്ക്വയർ സമ്മേഷൻ ഓഫ് എക്സ് വൈ. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ ഏതൊക്കെ? 2 ആണ്. അപ്പോൾ ഇവിടെ 4, 3 ഉള്ളത് 9, 4 16, 5 25, 6 36. ഇനി വൈൻ്റെ സ്ക്വയർ ആകുമ്പോൾ 9, 5ൻ്റെ സ്ക്വയർ 25, 4ൻ്റെ 16, 8ൻ്റെത് 64, 9 81. ഇനി എക്സ് ഇൻറ്റു വൈ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6, 3 ഇൻറ്റു 5 15, 4 ഇൻറ്റു 4 16, 5 ഇൻറ്റു 8 40, 6 ഇൻറ്റു 9 54. എല്ലാത്തിൻ്റെയും സമ്മ് നോക്കാം. എക്സിൻ്റെ മൊത്തം സമ്മ് വരുന്നത് സമ്മേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 20. സമ്മേഷൻ ഓഫ് വൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 29. സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 90. സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 195. സമ്മേഷൻ ഓഫ് എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ 131. ഇനി ഇതെല്ലാം നമുക്കെന്താ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കെന്താ BXYയും BYXും ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം BXY നമുക്ക് ഫൈൻഡ് ചെയ്യാം. BXY എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 1 2 എത്രയാണുള്ള 1 2 3 4 5. അപ്പോൾ 5 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ n ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് വൈ ആണ്. എക്സ് വൈ എത്ര വരുന്നത്? 131 മൈനസ് സമ്മേഷൻ ഓഫ് എക്സും സമ്മേഷൻ ഓഫ് വൈയും 20 ഇൻറ്റു 29, 20 ഇൻറ്റു 29 ഡിവൈഡഡ് ബൈ n. 5 ഇൻറ്റു സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 195 മൈനസ് സമ്മേഷൻ ഓഫ് വൈൻ്റെ സ്ക്വയർ
29ൻ്റെ സ്ക്വയർ. സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0.559 ആണ്. അപ്പോൾ നമുക്ക് 56 ആയിട്ട് റൗണ്ട് ചെയ്യുന്നു. ഇനി BYX എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു സമ്മേഷൻ ഓഫ് XY എന്ന് പറഞ്ഞാൽ 131 മൈനസ് 20 ഇൻറ്റു 29 ഡിവൈഡഡ് ബൈ n ഇൻറ്റു 5 ഇൻറ്റു സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 90. അപ്പോൾ 90 മൈനസ് സമ്മേഷൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ 20ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 1.5. ഇത് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. XYൻ്റെ ആൻസർ 0.56ഉം BYXൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.5 ആണ്. ഇനി നമുക്ക് ജനറലായിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് എക്സ് ബാർ, എക്സ് അല്ലേ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു BXY ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ എക്സ് ബാർ നമുക്ക് ഫൈൻഡ് ചെയ്യണം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ n ആണ്. അപ്പം എക്സ് മൊത്തം സമ്മേഷൻ ഓഫ് എക്സ് നമുക്ക് എത്രയായിട്ട് 20/5 ഇസ് ഈക്വൽ ടു 4. ഇനി അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ആവും? എക്സ് മൈനസ് എക്സ് ബാർ 4 ഇസ് ഈക്വൽ ടു BXY 0.56 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എത്രയാണ് വൈ ബാർ നമുക്ക് ഫൈൻഡ് ചെയ്യണം. വൈ ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ n ആണ്. 29/5 ഇസ് ഈക്വൽ ടു 5.8. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് വൈ മൈനസ് 5.8. അപ്പോൾ എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4നെ നമ്മൾ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0.56 എക്സ്പാൻഡ് ചെയ്താൽ 0.56 ഇൻറ്റു വൈ മൈനസ് 0.56 ഇൻറ്റു മൈനസ് 5.8 എന്ന് പറഞ്ഞാൽ മൈനസ് 3.24. 3.248 ആണ്. അപ്പോൾ നമുക്കതിനെ 5 ആക്കാം. 3.25 ആക്കി. ഇനി വൈ ഓൺ എക്സ് കാണാനാണെന്നുണ്ടെങ്കിൽ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു BYX ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ 5.8, BYX എന്ന് പറഞ്ഞാൽ 1.5, എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 4. വൈ ആണ് ഫൈൻഡ് ചെയ്യുക. 5.8 അപ്പുറത്തെ സൈഡിലേക്ക് പോകും. ഓക്കെ, ഇവിടെ എന്താ ഈ 4 ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇവിടെ -4 ഉള്ളത് എന്താവും +4 ആവട്ടോ. ഇതാണ് കംപ്ലീറ്റ്. അതായത് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്തു, അതാണ് ഇവിടെ എഴുതിയത്. ഇനി -4 എന്താ ഇവിടെ ഈ എക്സ് മാത്രമാക്കിയിട്ടല്ല എടുത്ത്. അപ്പോൾ -4 എന്തായി പ്ലസ് ഇവിടെ ഈക്വലിൻ്റെ സൈഡിലേക്കും +4 ആവും. അതേപോലെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ 1.5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 1.5x, 1.5 ഇൻറ്റു -4 എന്ന് പറഞ്ഞാൽ -6 പ്ലസ് എന്ത് -5.8 ഈക്വലിൻ്റെ സൈഡ് പ്ലസ് 5.8 ഉണ്ടാവും. അപ്പോൾ വൈൻ്റെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു ആകുമ്പോൾ ഉള്ളതുണ്ട്. ദെൻ എക്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കെന്താ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വൈ 15 ആകുമ്പോൾ നമുക്ക് എക്സ് കാണാനുള്ള ഇക്വേഷൻ വൈ ഇഫ്. അപ്പോൾ എങ്ങനെ കൊടുക്കാം? ഇഫ് വൈ ഇസ് ഈക്വൽ ടു 15, വൈൻ്റെ വാല്യൂ അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 0.56 ഇൻറ്റു 15 മൈനസ് 3.25 പ്ലസ് 4. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 9.15 ആണ് കിട്ടുക. ഇനി എക്സ് 10 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഏതാ ഇതല്ലേ കൊടുക്കുക. വൈ ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു എക്സ് മൈനസ് 6 പ്ലസ് 5.8. അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. -6 പോയിൻ്റ് എത്ര വരിക? 1.5x മൈനസ് 0.2 ആണ്. -6 പ്ലസ് 5.8 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 0.2 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എത്ര കിട്ടുന്നതെന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 1.5 ഇൻറ്റു 10 മൈനസ് 0.2 14.8. അപ്പോൾ ഇങ്ങനെയാണ് റിഗ്രഷൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ചെയ്യുന്നത്.